ആ പട്ടിക്കാട്ടുകാരൻ കാരണം എല്ലാവരുടെ മുമ്പിൽ നമ്മൾ നാണം കിട്ടും. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവനിട്ടൊരു പണി കൊടുക്കണം. അല്ലാതെ മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനാവില്ല. ഗൈസ് കൂൾ ഡൗൺ. നമുക്ക് തൽക്കാലം അവനോടുള്ള ദേഷ്യവും വിരോധവും എല്ലാം മറക്കാം. മറക്കാനോ? അവനെ ഇവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അപ്പോഴാണോ നീ മറക്കാൻ പറയുന്നത്? എന്താടാ നീ അവനോട് ക്ഷമിച്ചോ? എന്ന് ആര് പറഞ്ഞു? തൽക്കാലം ദേഷ്യം വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവന്റെ കണ്ണിനെ ഞാൻ ചോര വരുത്തും. അവനെ കൊണ്ട് എന്റെ കാല് ഞാൻ പിടിപ്പിക്കും. കോളേജിൽ ഒരുപാട് ജൂനിയേഴ്സിനെ നമ്മൾ റാഗ് ചെയ്തിട്ടില്ല കളിയാ. അതുപോലൊരു റാഗിങ് ഇവിടെ നടക്കും. പാർവതി ഉള്ളപ്പോ അത് നടക്കുന്ന കാര്യമാണോ? നടത്തും. പാർവതിയല്ല അവളെക്കാൾ വലിയ മഹാറാണി വന്നാലും നമ്മളിത് നടത്തിയിരിക്കും. എന്താ നിന്റെ മനസ്സിലുള്ള പ്ലാൻ? അത് നീ പറയേ. ഇപ്പൊ നമ്മൾ പകയും വിദ്വേഷവും മറന്ന് ഗിരിയെ കാണുന്നു. ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. പിണക്കം മാറ്റാനായി മദ്യം കൊടുത്ത് നമ്മൾ അവനെ സൽക്കരിക്കുന്നു. സ്വബോധം മറയും വരെ നമ്മൾ അവനെ കുടിപ്പിക്കുന്നു. കുടിച്ചു കുടിച്ച് ബൂസി സ്റ്റേജിലെത്തിയ നമ്മൾ അവനെ കൊണ്ട് കഥകളിയും കുച്ചിപ്പുടിയും ഒരുമിച്ച് നടത്തിക്കും. എന്താ? Hey bro. സോറി ബ്രോ. ബ്രോ പാർവതിയുടെ കസിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതറിയാതെയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പെരുമാറിയത്. പാർവതി പറഞ്ഞപ്പോഴാ അതൊരു വലിയ തെറ്റായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത്. വി ആർ റിയലി സോറി. അതൊന്നും സാരമില്ല. അതൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. ബ്രോയ്ക്ക് വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇല്ലാന്ന് പറഞ്ഞാ അത് കള്ളാവും. പക്ഷെ നിങ്ങളൊന്നും മിണ്ടിയപ്പോ ആ വിഷമമൊക്കെ മാറി. പക്ഷേ ബ്രോ വിഷമിച്ചതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അത് മാറണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചിയേഴ്സ് പറയണം. വാ ബ്രോ, നമുക്കൊരു ഡ്രിങ്ക്സ് കഴിക്കാം. ഒരല്പ ലഹരി. അയ്യോ വേണ്ട, ഞാൻ കഴിക്കില്ല. ഏയ് അത് വെറുതെ. സത്യമായിട്ടും കഴിക്കില്ല. എന്നാ ഇതൊരു തുടക്കാവട്ടെ. വേണ്ട, എനിക്ക് കുടിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാൻ കുടിക്കാറില്ല. എന്നെ നിർബന്ധിക്കരുത്.